തിരുവനന്തപുരം പരുത്തിക്കുഴി പെയിൻറ് കമ്പനി റോഡിലെ 25ഓളം വീടുകളുടെ അവസ്ഥയാണ്. ഞാനിപ്പോൾ അതിലൊരു വീട്ടിലാണ് നിൽക്കുന്നത്. മുട്ടോളം വീടാണ് ഇതിൻ്റെ വീടുകളുടെ മുറ്റത്ത്. വീടിനകത്തു വരെ വെള്ളം കയറിയിരിക്കുന്നു. പല വീടുകളിൽ നിന്നും ആളുകൾ ബന്ധുവീടുകളിലേക്കും മറ്റിടത്തേക്കും ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. വീട് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. വീടുകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാനാകാതെ ബുദ്ധിമുട്ടുന്നവരുമുണ്ട്. ഈ ഒരു വീട് കാണാം. ഈ വീട്ടിലേക്ക് കയറിയാൽ മുട്ടോളം വെള്ളമാണ്. വീടിനകത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ കണക്കെ വെള്ളമുണ്ട് എന്നതാണ് വലിയ ബുദ്ധിമുട്ട്. നമ്മൾ അങ്ങനെയൊക്കെ പറയുമെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ താമസിക്കുന്നവർക്ക്, ഈ പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. എന്താണ് അവസ്ഥ? എപ്പോഴാണ് ഈ വെള്ളം കയറിയത്? മാറ്റാൻ എന്തെങ്കിലും നടപടിയുണ്ടോ? വെള്ളം കയറിയിട്ട് ഏകദേശം മഴ തുടങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം കയറി. ഇവിടെ താമസിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. വലിയ പ്രയാസത്തിലാണ്. താൽക്കാലികമായി ബന്ധുവീട്ടുകളിലേക്ക് ഇപ്പോൾ എല്ലാവരും മാറിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. വളരെ പ്രയാസത്തിലാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇനി സ്കൂൾ തുറക്കുകയാണ്. സ്കൂൾ തുറക്കാൻ സമയമായി. അപ്പോൾ അവരുടെ പഠനം എങ്ങനെയാണ്? എല്ലാം പോയി, നനഞ്ഞു. എല്ലാം നനഞ്ഞു. വലിയ പ്രയാസത്തിലാണ്. യാതൊരു നിലക്കും വീടിപ്പം യൂസബിൾ അല്ല. ഈ വെള്ളം ഇനി മഴ നിന്നാൽ തന്നെ അത് ഇറങ്ങാനായി 1-2 ആഴ്ച വീണ്ടും എടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ബുദ്ധിമുട്ടാണ് ആളുകൾക്കുള്ളത്. ഇവിടെ നമുക്ക് കാണാം, ഈ അടുക്കള ഭാഗമൊക്കെ കാണുമ്പോഴാണ് അതിൻ്റെ തീവ്രത മനസ്സിലാവുക. അരി അവർ വാങ്ങി വെച്ചിരുന്ന, സപ്ലൈകോയിൽ നിന്ന് വാങ്ങി വെച്ചിരുന്ന അരിയാണ്. അതിങ്ങനെ ചോറായി മാറി എന്നുള്ളതാണ്. അരി വെള്ളത്തിൽ കിടന്ന് ഈ ഫ്രിഡ്ജ് നശിച്ചിട്ടുണ്ട്. വെള്ളത്തിലാണ് മുങ്ങിയിരിക്കുന്നത്. ഈ നിലയിൽ അടുക്കളയിലുള്ള ഭക്ഷ്യസാധനങ്ങൾ അടക്കം നശിച്ചു പോയിട്ടുണ്ട്. വെള്ളം കയറുമ്പോൾ ജീവഭയത്താൽ ഇറങ്ങി ഓടുകയാണ് ആളുകൾ. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ഇവിടെ ഉള്ളവർക്കുണ്ട് എന്നതാണ് തിരുവനന്തപുരം പരുത്തിക്കുഴി പെയിൻറ് കമ്പനി റോഡിലെ 25ഓളം വീടുകളുടെ സ്ഥിതിയാണ്. ഇവിടെ എല്ലാ മഴക്കാലത്തും പ്രശ്നമുണ്ട്. പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഇതിനെന്താ ഇപ്പോൾ ഒരു പരിഹാരം? ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കഴിഞ്ഞ മഴക്കാലഘട്ടത്തിലും ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ SYSൻ്റെ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരൊക്കെയും ചേർന്ന് ഒരു ഘട്ടത്തിൽ വാടകയ്ക്ക് പമ്പ് വാങ്ങിയിട്ട് കുറേ വെള്ളം അടിച്ചു കളയുണ്ടായി. രണ്ടാമത്തെ ഘട്ടത്തിൽ SYSൻ്റെ തന്നെ ഒരു പമ്പ് കൊണ്ടുവന്ന് കുറേ വെള്ളം അടിച്ചു കളയുണ്ടായി. പക്ഷേ അതൊന്നും ശാശ്വതമായിട്ടല്ല. കാരണം ഇവിടെ നിന്ന് വെള്ളം ഒരു ജലാശയത്തിലേക്ക് ഒഴുകി മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ നിൽക്കുന്ന വെള്ളം പിന്നീട് വെയിൽ വന്നതിന് ശേഷം മാത്രം ഇവിടെ താഴ്ന്നു പോകുന്നൊരു സാഹചര്യമാണ് നിലവിൽ. ദിവസങ്ങളോളം ഈ വെള്ളം ഇങ്ങനെ കിടന്ന് നശിച്ച് ഇങ്ങനെ കിടക്കുക എന്നുള്ളതാണ്. അതെ, ഇവിടുത്തെ ആളുകളോട്, ഇവിടെ താമസിക്കുന്നവരോട് ചോദിക്കാം. എന്താ അവസ്ഥ? വെള്ളം ആയതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റൂല. 5 ദിവസം ആവണം പുറത്തിറങ്ങിയിട്ട്. ഒരു പാൽ വാങ്ങാൻ പോലും പറ്റൂല. 2 പേര് സുഖമില്ലാത്തവരാണ്. വളരെ ബുദ്ധിമുട്ടി കഴിയാണ്. പുറത്തിറങ്ങാൻ ബന്ധുക്കളെ വീട്ടിൽ എല്ലായിടത്തും പോയി 2 ദിവസം നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇത് കോർപ്പറേഷനിൽ നിന്നൊക്കെ ആളുകൾ വന്നോ? ആരും വന്നിട്ടില്ല. ഇലക്ഷന് മാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഭാഗം നമ്മൾ ഭാഗത്തുള്ളവർ ആരും തിരിഞ്ഞു നോക്കില്ല. മരിച്ചാൽ പോലും അവർ അപ്പോഴേ അറിയാതുള്ള ആരും വന്നിട്ടില്ല. ഇവിടെ ഒരു ലൈറ്റില്ല. ഇവർ സുഖമില്ലാത്തതാണ്. ഇവിടുത്തെ ഇതല്ലേ ഇതിപ്പോൾ കണ്ടില്ലേ? വെളിയിറങ്ങാൻ പറ്റില്ല. മരുന്ന് വാങ്ങാൻ പോകാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഈ ബുദ്ധിമുട്ടാണ്. നമ്മൾ നിന്ന ഈ നടവഴിയിലാകെ, ഇങ്ങോട്ടുള്ള വഴിയിലാകെ ഈ പരിസരത്തെ വീടുകളിലൊക്കെ ആളുകൾ മാറി താമസിക്കുന്നുണ്ട്. മാറി മറ്റിടങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഈ സെപ്റ്റിക് വെള്ളം കൂടി ഇതിൽ കലരുന്നുണ്ട് അല്ലേ? സെപ്റ്റിക് വെള്ളം കലരുന്നുണ്ട്. ഈ 25 വീടുകളിലെയും സെപ്റ്റിക് മാലിന്യം മുട്ടോളം വെള്ളം എത്തുമ്പോൾ സെപ്റ്റിക് മാലിന്യം കലരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾക്ക് സാധ്യതയുണ്ട്. ഇവിടെ 9 വയസ്സിന് താഴെയുള്ള 7ഓളം കുട്ടികളുണ്ട്. 4ഓളം സീനിയർ സിറ്റിസൺസ് ഉണ്ട്. 25 വീട് എഫക്റ്റഡ് ആണ്. അപ്പം ഇതിന് ഈ കൗൺസിൽ അടിയന്തര പരിഹാരം എന്ന് പറഞ്ഞാൽ 6 വർഷം കൊണ്ട് ഈ ജനങ്ങൾ അനുഭവിക്കുന്നതാണ്. ഇങ്ങനെ ഇത് ഈ ഒരു പമ്പ് വെച്ചോ മറ്റോ ഈ അടുത്തുള്ള ആറിലേക്ക് വെള്ളം കളയുക എന്നുള്ളതാണ് പരിഹാരം. അത് മാത്രമാണ് പരിഹാരം. അല്ലാതെ ഈ തൽക്കാലത്തേക്ക് മോട്ടർ കൊണ്ട് നമ്മൾ വെള്ളം അടിച്ച് കളഞ്ഞ് പിന്നെ വീണ്ടും അടുത്ത മഴ വരുമ്പോൾ വീണ്ടും ഇതേ ലെവലിലാവുകയാണ്. ഇവിടെ നിന്ന് ഒലിച്ചു പോകാൻ ഒരു മാർഗ്ഗവുമില്ല. പൂർണ്ണമായിട്ടും ഇത് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിട്ടേ അതേ കാര്യമുള്ളൂ. ഇതാ അടുത്തൊരു വീട്ടിലേക്ക് പോയാൽ ഇവിടെയും നമുക്കറിയാം മുട്ടോളം വെള്ളമുണ്ട്. ഇവിടുത്തെ വീട്ടിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പരിസരത്തെ പല വീടുകളിൽ നിന്നും ഈ അപകടാവസ്ഥ കാരണം ആളുകൾ ബന്ധുവീടുകളിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ഏതായാലും ഒരു അടിയന്തര പരിഹാരം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ്. ഇനിയും മഴ പെയ്യാൻ കാലവർഷം വരുന്നതേ ഉള്ളൂ. കാലവർഷം വന്നാൽ വീണ്ടും മഴ പെയ്യും. മഴ പെയ്താലും ഒരു ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് ഈ പ്രദേശത്തുള്ളവർക്ക് എത്തണം. അതിനുവേണ്ടി കോർപ്പറേഷൻ ഇടപെടണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ കോർപ്പറേഷനോട് അഭ്യർത്ഥിക്കുന്നത്.